പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ ലോകം കണ്ട യുദ്ധതന്ത്രങ്ങളും നയതന്ത്ര സമവാക്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വിനാശകരമായ ഒരു പുതിയ പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. കളി മാറിയെന്ന വ്യക്തമായ സന്ദേശമാണ് അമേരിക്ക ഇപ്പോൾ നൽകുന്നത്. തങ്ങൾക്ക് നേരെ ഒരു ആക്രമണമുണ്ടായാൽ അതിന് കണ്ണിന് പകരം കണ്ണ് എന്ന നയമാണ് തങ്ങളുടേത് എന്ന് ഇറാൻ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ അതിലും മാരകമായൊരു മറുപടിയുമായി ട്രംപ് ഭരണകൂടം രംഗത്തെത്തിക്കഴിഞ്ഞു. ഇനി കണ്ണിന് പകരം കണ്ണല്ല, കണ്ണിന് പകരം തല തന്നെ എടുക്കുമെന്ന ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കോ തങ്ങളുടെ സൈന്യത്തിനോ നേരെ ചെറിയൊരു നീക്കമുണ്ടായാൽ പോലും ഇറാൻ അതിന് കണക്കു പറയാൻ കഴിയാത്തത്ര വലിയ വില നൽകേണ്ടി വരുമെന്ന് അമേരിക്ക തുറന്നടിച്ചു കഴിഞ്ഞു. ഈ കടുത്ത മുന്നറിയിപ്പിന് പിന്നാലെ മേഖലയിലുടനീളം വൻ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇറാൻ ഇറാഖ് അതിർത്തിയിലെ സലാം ഷായിൽ അമേരിക്ക നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഒരു ഇറാൻ സൈനികൻ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 11ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. കുവൈത്തിലെ ഇറാഖ് അതിർത്തിയിലുള്ള അൽ അബ്ദലി ക്രോസിംഗിലും വൻ സ്ഫോടനങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും മുന്നിൽ പതറാതെ ഇറാനും തിരിച്ചടി ശക്തമാക്കിയിരിക്കുന്നു. മേഖലയിലെ 3 പ്രമുഖ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അവകാശവാദം. തങ്ങളുടെ സൈനിക ശക്തി പൂർണ്ണമായി ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങളെ തകർത്ത തന്ത്രപരമായ നീക്കമാണ് നടന്നതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ യുദ്ധത്തിൻ്റെ വ്യാപ്തി കരയിലും വായുവിലും മാത്രമൊതുങ്ങാതെ അന്താരാഷ്ട്ര സമുദ്രപാതകളിലേക്കും അത് പടരുകയാണ്. ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ സൗദി അറേബ്യയുടേതുൾപ്പെടെയുള്ള ലൈല, എൻസലിയ എന്നീ 2 കൂറ്റൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തി വിമതർ വിനാശകരമായ ആക്രമണം അഴിച്ചുവിട്ടു. ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയുമുള്ള കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് ഈ ആക്രമണം നടന്നത്. ഹൂത്തികളെ മുൻനിർത്തി ഇറാനാണ് ഈ നിഴൽ യുദ്ധം നയിക്കുന്നതെന്ന് അമേരിക്ക ആരോപിക്കുകയാണ്. ചെങ്കടലിലെ ആക്രമണങ്ങൾ വളരെ ശക്തമായതോടെ മേഖലയിൽ അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. സ്ഥിതിഗതികൾ കൈവിട്ടുപോയാൽ ഏത് നിമിഷവും സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന വൻ സായുധ പോരാട്ടത്തിന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കും. ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെ ആക്രമണം തുടരുകയാണെങ്കിൽ മുൻപുണ്ടാക്കിയ സുരക്ഷാ കരാർ പ്രകാരം സൗദിക്കായി പാകിസ്ഥാൻ സൈന്യം നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയേക്കുമെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇറാൻ അതിർത്തികളിൽ കൂടുതൽ ആക്രമണങ്ങൾ ശക്തമായാൽ ഏതു നിമിഷവും നേരിട്ടുള്ളൊരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന നിഗമനത്തിലാണ് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ഒടുവിൽ ലോകത്തെ ആകെ ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്.